ആദ്യം തന്നെ ഷാജിമോഹൻജിയിലേക്ക് നമുക്ക് പോയിട്ട് വരാം. കാരണം എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ? കാരണം മാധ്യമങ്ങൾ ആ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ ഇലക്ഷൻ വരുന്നു, മറ്റൊട്ടേറെ എരിവും പുളിയുമുള്ള വാർത്തകൾ വന്നതുകൊണ്ട് തന്നെ വയനാട് ദുരന്തം നടന്ന വയനാട്ടിലെ ആ ഇരകളെ എല്ലാവരും മറന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഷാജിമോഹൻജി ഇന്ന് അവിടെ അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥ? നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാനാവുക? നൂറിലധികം ദിവസങ്ങളായി അവിടെ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട്. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഇരുട്ടിൽ തപ്പാണ്. പുനരധിവാസത്തെ കുറിച്ച് ഒരു അറിയിപ്പും ഇതുവരെ ഞങ്ങൾ കിട്ടിയിട്ടില്ല. പത്രസമ്മേളനം കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോ പുനരധിവസിപ്പിക്കാൻ വേണ്ടി 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. ആ 2 എസ്റ്റേറ്റുകൾ നമുക്കറിയാം, HML ഭൂമിയും കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും. HML നെടുമ്പാലയിലുള്ള ഭൂമി. ഈ 2 ഭൂമിയും നിയമവ്യവഹാരങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ കേസിൽ കോടതിയായിട്ട് നടക്കുന്ന HML ഭൂമി ഈ നിയമപ്രശ്നം തന്നെയാണ്. ആ ഭൂമി ഏറ്റെടുക്കുന്നതിലൂടെ സർക്കാർ അങ്ങേയറ്റം ഞങ്ങളോട് നിരുത്തരവാദപരമായിട്ട് ഞങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഭൂമി എന്തായാലും കേസിലേക്ക് പോകുന്നറിയാം. നമുക്കറിയാം, കോടികള് CMDRF ഉണ്ട്. CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടി വിവിധ സംസ്ഥാനങ്ങളും വിവിധ വ്യക്തികളും വിവിധ സംഘടനകളെല്ലാം കൊടുത്ത പണം, ഞങ്ങൾക്ക് വേണ്ടി ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട പണം, ആ പണത്തിൽ നിന്ന് ഒരു 200 കോടി രൂപ എടുത്ത് 1 കോടി രൂപ ഇവിടെ 30-35 ലക്ഷം രൂപ ഒരു ഏക്കറിന് പരമാവധി വരാറുള്ളൂ ഒരുമിച്ചെടുക്കുമ്പോൾ. പക്ഷെ അതിൽ നിന്ന് 1 കോടി രൂപ ഒരു ഏക്കറിന് കൊടുത്താൽ തന്നെ 200 ഏക്കർ എടുത്താൽ തന്നെ ഞങ്ങൾക്ക് പുനരധിവാസത്തിന് ഒരു വിഷയമല്ല. പക്ഷെ ഗവൺമെന്റ് ഇപ്പോ നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം എസ്റ്റേറ്റുകൾ എടുക്കാൻ തയ്യാറായത്. അത് മാത്രമല്ല, നോക്കൂ, ഗവൺമെന്റ് പറയുന്ന 251 പേര് മരണപ്പെട്ടു, 47 പേര് കാണാതായി. അതൊക്കെ 298 പേരാണ്. എനിക്ക് നേരിട്ടറിയാം. ആ നാട്ടില് ചെറുപ്പം മുതലേ എനിക്ക് ജീവിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ മരണസംഖ്യ അതല്ല. മരണസംഖ്യ തിട്ടപ്പെടുത്തുന്നതിൽ പോലും ഗവൺമെന്റിന് ഇനിയും ഒരു ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഫൈനൽ ലിസ്റ്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് ഇവിടെ, അതുപോലെ തന്നെ പുനരധിവാസത്തെ സംബന്ധിച്ച് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ആ പുനരധിവാസമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവരിപ്പോ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു DM സെക്ഷൻ ഉണ്ട്. ഈ DM സെക്ഷനിലുള്ള ആളുകൾ തന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലേക്ക് ഇവർ പറഞ്ഞു, ഈ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വിടില്ല എന്ന്. പക്ഷെ അതന്നെ അവർ പാലിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വിട്ടു. DM സെക്ഷനിലുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വിട്ടത് കൂടാതെ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ കളക്ടർക്ക് അദ്ദേഹത്തിന്റെ തിരക്കുണ്ടാവും. അവർക്ക് എത്രത്തോളം ഇതിനോട് നീതി പുലർത്താൻ കഴിയും? ഗവൺമെന്റ് അങ്ങേയറ്റം ഇത് ശ്രദ്ധിക്കുന്നില്ല. ഗവൺമെന്റ് ഇത് പല സംഭവങ്ങളിൽ ഒന്നായിട്ട് ഗവൺമെന്റ് കണക്കൂട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഞാൻ മുൻപ് പറഞ്ഞു, ഈ ആളുകൾക്ക് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. 47 പേരെ ഇനിയും കാണാതായിട്ടുണ്ട്. ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ പറയാം. ഈ ഒരു അമ്മയും അച്ഛനും അനുജനും നഷ്ടപ്പെട്ടു. അപ്പോ ഈ ഗവൺമെന്റിന്റെ ഇപ്പോ നമുക്കറിയാം 8 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് മരണപ്പെട്ടവർക്കുള്ള. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് സുബ്രഹ്മണ്യൻ, ആ സുബ്രഹ്മണ്യന്റെ മകൻ തന്നെ അമ്മ, ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ട ആ പയ്യൻ മാത്രമാണ്, അഭിജിത്ത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര്. അവന്റെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണം ഇവർക്ക് ഈ മരണപ്പെട്ടവർക്ക് ഒരു ദർശനം 8 ലക്ഷം രൂപ, ഈ 8 ലക്ഷം രൂപ ഇയാൾക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ജ്യേഷ്ഠനും മരണപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെയും അച്ഛന്റെയും മരണത്തിന് കിട്ടേണ്ട തുക ഈ പയ്യന് ലഭിക്കില്ല. കാരണം ജ്യേഷ്ഠൻ മരണപ്പെട്ടതായിട്ട് ജ്യേഷ്ഠന്റെ മൃതദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. DNA പ്രകാരം DNA റിപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ജ്യേഷ്ഠനും ഇവർക്ക് അവകാശിയാണല്ലോ. അതുകൊണ്ട് ജ്യേഷ്ഠന്റെ മരണ സർട്ടിഫിക്കറ്റ് മരണപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാം. ആ ദുരിതത്തിൽ ഒരുമിച്ച് പോയവരാണ്. ഒരാളുടെ ശവശരീരം ഇനിയും DNA തെളിയിക്കപ്പെട്ടിട്ടില്ല ആളാണെന്നുള്ളത്. അതുകൊണ്ട് ആ പയ്യന് ഇനിയും ഇത് കിട്ടില്ല, അവകാശം എന്താണ് കിട്ടേണ്ട കാര്യങ്ങൾ, ധനസഹായം കിട്ടില്ല. ഇതുപോലെ 100 കണക്കിന് ആളുകൾ. ഇപ്പൊ ഗവൺമെന്റ് ഇതിൽ പോലും കുത്തുപോലെ ഇതുപോലെ തീരുമാനം എടുത്തിരുന്നു. കാണാതായ ആളുകളെ മരണപ്പെട്ടതായി കണക്കാക്കി അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി ധനസഹായം കൊടുത്തിരുന്നു. ഇവിടെ ഇത്തരം കാര്യങ്ങൾ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇനിയും 110ഓളം ആളുകൾക്ക് അടിയന്തര ധനസഹായം പോലും കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് ഇതൊരു എന്താ പറയാ, അവരുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയ ഒരു രീതിയാണ്. ഈ ദുരന്ത ബാധിതരുടെ വെച്ച് ഹർത്താൽ നടത്താൻ, നിങ്ങൾ കണ്ടില്ല ഹർത്താൽ, ഈ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ ഡീറ്റെയിൽ മെമ്മോറാണ്ടം കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽ മെമ്മോറാണ്ടം കൊടുക്കാൻ അന്ന് തന്നെ മോദിജി വന്നു. മോദിജി വന്നപ്പോ
സമൂഹത്തോടായി ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളോട് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെമ്പർ അതായത് ധനസഹായത്തിന്റെ കുറവ് കൊണ്ട് പുനരധിവാസത്തിന് ഒരു തടസ്സവും വരില്ല എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വാക്ക് തന്നു. ഞങ്ങൾ ആ വാക്കിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ പലപ്പോഴായിട്ട് ഞങ്ങളിൽ പോലും ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം കിട്ടിയില്ല. ഞങ്ങളിൽ പോലും ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണോ, സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം. പിന്നീടാണ് പറഞ്ഞത് കോടതിയിൽ ഈ കഴിഞ്ഞ 13-ാം തീയതി ഈ കഴിഞ്ഞ ദിവസം ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു. ആ അഫിഡവിറ്റിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പറയുന്നു, കഴിഞ്ഞ ഈ നവംബർ 13-ാം തീയതിയാണ് ഇവര് ഈ ഡീറ്റെയിൽ മെമ്മോറാണ്ടം കൊടുത്തത്. ഡീറ്റെയിൽ മെമ്മോറാണ്ടം 13-ാം തീയതി കൊടുത്ത് 19-ാം തീയതി ഇവര് ധനസഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹർത്താൽ നടത്തി. ഇങ്ങനെ ജനങ്ങളെ അങ്ങേയറ്റം പറ്റിക്കുകയാണ്. ഇവർക്ക് ഇതിൽ രാഷ്ട്രീയം മാത്രമാണ്. അപ്പോ ഒരു അർത്ഥത്തിലും ഈ ജനങ്ങളെ കൃത്യമായിട്ട് പുനരധിവസിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം ഗവൺമെന്റിന് ഇല്ല. ഇത് വെച്ചിട്ട് ഈ കഴുകനുണ്ടല്ലോ, ശവം കാത്തിരിക്കുന്ന കഴുകനെ പോലെയായിട്ടാണ് ഗവൺമെന്റ്. കാരണം ആ ശവം കിട്ടിയാലോ അവർക്ക് ആ ഭക്ഷണം തികയുള്ളൂ. അതുപോലെ തന്നെ ഇത്തരം ദുരന്തങ്ങൾ, ഓരോ ദുരന്തങ്ങളെയും ശവം കാത്തിരിക്കുന്ന കഴുകനെ പോലെ ഗവൺമെന്റ് ആകുകയാണ്. ഈ ദുരന്തങ്ങൾ വരണം, അവരുടെ കാലിയായ ഖജനാവ് നിറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് എന്തിന് നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ധനസഹായം ആവശ്യപ്പെടണം? സത്യത്തില് 641 കോടി രൂപ CMDRF ഉണ്ടെന്നാണ് അവസാന കണക്ക്, ഞാൻ അറിഞ്ഞ അവസാന കണക്ക്. ഈ 641 കോടി രൂപയില് ഇപ്പൊ ഞങ്ങളുടെ ഇടയിലൊക്കെ ഒരു ചർച്ചയുണ്ട്. 1000 കുടുംബങ്ങൾ, 1023 കുടുംബങ്ങളാണ് ചീഫ് സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത്. 1000 കുടുംബങ്ങൾ, ഒരു കുടുംബത്തിന് 50 ലക്ഷം രൂപ കൊടുത്താൽ എത്ര 500 കോടി രൂപയല്ലേ വരുള്ളൂ. ഇവര് പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾക്ക് വീട് തരണ്ട, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇതുപോലൊരു ധനസഹായം തന്നാൽ മതിയല്ലോ അവർക്ക്. എങ്കിൽ പോലും ഗവൺമെന്റിന് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവരെല്ലാവരും ടൗൺഷിപ്പിനോട് ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. അങ്ങനെ ഗവൺമെന്റിന് താല്പര്യം ഞങ്ങളെ വെച്ച്, ഇല്ലെങ്കിൽ ദുരന്ത ബാധിതരെ വെച്ച് പണം സംഘടിപ്പിക്കുക, പണം ഉണ്ടാക്കുക, ഖജനാവ് നിറയ്ക്കുക എന്നല്ലാതെ ഇവരെ പുനരധിവസിക്കണം, ഇവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യവുമില്ല. മാത്രമല്ല ഇതുവരെ ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് ഇവർ തയ്യാറാക്കിയിട്ടില്ലായിരുന്നു. ഒരു പ്രൊജക്ട്, ഇപ്പൊ ഒരു വീട് ഇന്നത്തെ ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നിയമപ്രശ്നങ്ങളാണ് ഇപ്പോഴും. ഇതിനൊരു പ്രൊജക്ട് തയ്യാറാക്കണല്ലോ. ഇത്ര വീടുകള്, ഒരു രൂപരേഖ ഇതുവരെ കൃത്യമായിട്ട് തയ്യാറാക്കില്ല. ഇത്ര വീടുകള് ഇപ്പൊ പോലും വരുന്ന ദിവസം, ഈ ചൊവ്വാഴ്ച, നാളെ കഴിഞ്ഞ് മറ്റന്നാള് ഇവിടെ സർവകക്ഷി യോഗമാണ്. സർവകക്ഷി യോഗം ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. 520 പേര് ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റ് അംഗീകരിക്കണം, ഉൾപ്പെടാത്തവരെ ഉൾപ്പെടുത്താനും വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗം നടത്തുകയാണ്. അത് ജോൺ മത്തായി കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ജോൺ മത്തായി കമ്മീഷൻ അങ്ങേയറ്റം തള്ളിക്കളയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ജോൺ മത്തായി കമ്മീഷൻ വന്ന് പുഞ്ചിരിമട്ടം പഠിച്ച് ഈ ദുരിതം, ഈ പുഴ ഒഴുകിയ വഴിയിലൂടെ, ഈ ഉരുൾപൊട്ടി ഒഴുകിയ വഴിയിലൂടെ മാത്രം അവർ പരിശോധിച്ചു. അങ്ങനെ അവർ പറയുന്നത് ഈ പുഴ ഈ ഒഴുകി വന്ന സ്ഥലത്ത് നിന്ന് 30 മീറ്ററും 50 മീറ്ററും പരിധിയിലുള്ളതൊക്കെ സേഫ് ആണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടല്ല ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായത്. 64-61 ചെമ്പ്രമല, വെള്ളരിമലയുടെ ഒരു ഭാഗമാണ് ചെമ്പ്രമല. നമുക്ക് എല്ലാവർക്കും അറിയാം, വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ചെമ്പ്രമല. ഈ ചെമ്പ്രമലയിൽ പൊട്ടി 2 എസ്റ്റേറ്റ് ലയങ്ങൾ പൂർണ്ണമായിട്ടും പോയി. മരണസംഖ്യ അന്നത്തെ അറിയില്ല, എത്രയാണെന്ന് അറിയില്ല. 1984 ഇതേ പുഞ്ചിരിമട്ടത്തിന് തൊട്ടടുത്ത് കരിമുറ്റ എസ്റ്റേറ്റിൽ പൊട്ടിയിട്ട് 22 പേരോളം മരണപ്പെട്ടു. ഗവൺമെന്റ് കണക്ക് 14 പേരെന്നാണ്. അത് ഈ 84. അതുപോലെ 2019 ഇന്ന് പൊട്ടി അതിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെ പുത്തുമലയിൽ പൊട്ടി. പുത്തുമലയിൽ 17 പേര് മരണപ്പെട്ട 5 പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. 2020 ഇതേ മുണ്ടക്കയിൽ ഈ പൊട്ടിയ സ്ഥലത്ത് തന്നെ പൊട്ടി. അവിടെ 3 വീടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. 2021 പൊട്ടിയിട്ടുണ്ട്. 24 ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായത്. 84-ഉം 61 ഇടാം. ഈ 2019 പുത്തുമല പൊട്ടിയ സമയത്ത് കൃത്യമായ ഒരു പഠനം നടത്തി ആ പ്രദേശത്ത് ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രദേശത്ത് കൃത്യമായി പഠനം നടത്തി ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളുടെ സഹോദരങ്ങളെ നഷ്ടപ്പെടില്ലായിരുന്നു, ഞങ്ങളുടെ ജീവിതം കൈവിട്ടു പോകില്ലായിരുന്നു. ഇപ്പോഴും അവർ ചെയ്യുന്നത് പൊട്ടിയ സ്ഥലം മാത്രം പരിശോധിച്ചുകൊണ്ട് ഇനിയും അവിടെ തന്നെ ചൂരൽമലയിൽ ഏലമല എന്ന് പറയുന്ന വലിയൊരു പ്രദേശത്ത് 2020 ഉരുൾപൊട്ടിയ പ്രദേശത്ത് അവിടെ ഇനിയും പൊട്ടി വരാൻ കിടക്കുന്നു. ആ ഭാഗത്തൊന്നും ഇതുവരെയും ഇവര് ഒരു പരിശോധന നടത്തിയിട്ടില്ല, ശാസ്ത്രീയമായിട്ട് ഒരു പരിശോധന നടത്തിയിട്ടില്ല. അതിനെ ജോൺ മത്തായി കമ്മീഷൻ ആദ്യം വന്ന് പറഞ്ഞത്, ഈ ഒരു ആദ്യത്തെ അയാളുടെ പ്രസ്താവന എന്താ വെച്ചാൽ ഇനി ഒരു 50 വർഷത്തേക്ക് ഇവിടെ ഒരു ഉരുൾപൊട്ടില്ല എന്നായിരുന്നു. ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വഴങ്ങിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നീട് ഐസർ മൊഹാലിയിലെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോൾ അത് പറഞ്ഞു 74 മെട്രിക് ടൺ സാധനം ഇനി പൊട്ടി വരേണ്ട, അത് ഈ അടുത്ത മഴക്കാലത്ത് തന്നെ വരും, സമീപ ഭാവിയിൽ തന്നെ അത് വരാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം വന്ന് ഈ ജോൺ മത്തായി വീണ്ടും വന്നു. ജോൺ മത്തായി പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ 74 മെട്രിക് ടൺ ഉണ്ട്, അത് വരും, അതിനും വലിയ രീതിയിൽ ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള കുറെ നമ്മളുടെ, എനിക്ക് തോന്നുന്നത് ചില
വൻകിട ഇരു രാഷ്ട്രീയ കക്ഷികളുടെ വൻകിട നേതാക്കളുടെ ബിനാമി പേരിൽ പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടികളുണ്ട്. ഈ ഈ വസ്തുവകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മുണ്ടക്കൈ പ്രദേശത്ത് പോലും ആളുകളെ തിരിച്ചു കൊണ്ടുപോയി കുടിയിരുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോ ഇത്തരം അവിടെയുള്ള ഒരുപാട് റിസോർട്ടുകളായിട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി തിരിച്ച് ആളുകളെ അതേ പ്രദേശത്ത് കൊണ്ടുപോയി കുടിയിരുത്താനാണ്. ആളുകൾ ഇനി അവിടെ തിരിച്ചു പോകാൻ തയ്യാറല്ല. പക്ഷെ നിർബന്ധപൂർവ്വം അവരെ തിരിച്ച് അവിടെ എത്തിക്കാനാണ് 50 മീറ്റർ 30 മീറ്റർ എന്നുള്ള ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് ഇപ്പോ പുതിയ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകളെ പുനരധിവാസത്തിനുള്ള ലിസ്റ്റ്. ഞങ്ങളോട് മുട്ടിൽ പ്രദേശത്ത് നടന്ന ഞങ്ങളുടെ ദുരിതബാധിതരെ കുറിച്ചുള്ള ഒരു മീറ്റിംഗിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി വേണു IAS പറഞ്ഞത് 1023 വീടുകൾ പുനരധിവസിപ്പിക്കേണ്ടതുണ്ടെന്നാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ് 1043 വീടുകൾ എന്നാണ്. ഇപ്പോ അവരത് ആദ്യം 396 പറഞ്ഞു, 520. ഗവൺമെന്റ് ഈ പുനരധിവസിപ്പിക്കേണ്ട ആളുകളുടെ എണ്ണം ചുരുക്കാനാണ് ശ്രമിക്കുന്നത്. വീണ്ടും വലിയൊരു വിഭാഗം ജനങ്ങളെ അല്ലെങ്കിൽ വലിയ ആളുകളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് വീണ്ടും മരണവും ഇതുപോലുള്ള ദുരന്തങ്ങളും സൃഷ്ടിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഗവൺമെന്റിന്റെ പുനരധിവാസത്തിനുപരി പണം എങ്ങനെ ഉണ്ടാക്കാം, ഇവരുടെ ഖജനാവ് എങ്ങനെ നിറക്കണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഇതിനെതിരെ ഇപ്പൊ ഞാൻ അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറാണ്. ഞങ്ങൾ വലിയ സമരങ്ങളായിട്ട് ഞങ്ങളിപ്പോ ആലോചിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഏത് രീതിയിലാണ്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണെങ്കിലും ഞാൻ ഈ ദുരന്തത്തില് ഞാൻ എല്ലാം മറന്നുകൊണ്ട് എന്റെ ജനതയുടെ കൂടെ നിൽക്കുകയാണ്. ഇത് ആരുടെ ഭാഗത്തുനിന്നാലും, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നാലും ഇതിൽ രാഷ്ട്രീയം കലരാൻ പാടില്ല. ദുരന്ത ബാധിതർക്ക് കിട്ടേണ്ട ആനുകൂല്യം കൃത്യമായി കിട്ടണം. കേന്ദ്ര സർക്കാർ ആണെങ്കിലും ഇപ്പോ ഡീറ്റെയിൽ മെമ്മോറാണ്ടം കിട്ടിയ സ്ഥിതിക്ക് അവിടെ പുനരധിവാസത്തിന് വേണ്ട തുക അനുവദിക്കണം എന്നാണ് എന്റെ എന്താ പറയാ എന്റെ അപേക്ഷ.